ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചൊന്ന് ക്ഷമിക്കുക എൻ്റെ അടുത്ത്, കാരണം എനിക്ക് ജലദോഷം പനിയൊക്കെ, അപ്പോൾ സൗണ്ടിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാൻ പറ്റത്തില്ല. ത്രോട്ട് നല്ലൊരു പെയിൻ ഉണ്ട്, അപ്പം അധികം സ്ട്രെയിൻ ചെയ്തൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഒന്ന് ക്ഷമിക്കുക. ഞാൻ സ്പീഡിലാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് അധികം സംസാരിക്കുന്ന കാര്യം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സജഷൻ വന്നായിരുന്നു. സ്പീഡിലാണ് സംസാരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, അങ്ങനെയാണ് ഞാൻ ശീലിച്ചേക്കുന്നത്. അങ്ങനെ സ്പീഡിൽ സംസാരിച്ച് ശീലിച്ചതാണ്, അതുകൊണ്ട് അങ്ങനെ വന്നേ. ഞാനിനി ശ്രമിക്കാം ആദ്യം സ്പീഡില്ലാതെ സ്ലോയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വാളിൽ കൽക്കണ്ടുണ്ട്, നല്ല കഫക്കെട്ടുകളുണ്ട്, അതും വയലിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതാണെങ്കിൽ എന്താ പറയുക, എൻ്റെ ബാംഗ്ലൂർ ഡേയ്സിൽ ഞാൻ ഒരു വ്ളോഗ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം 3 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നെങ്കിലും ബാക്കിയുള്ള 2 ദിവസം വീഡിയോസ് അങ്ങനെ എടുക്കാനോ ഒന്നിനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ട്രെയിനിങ് സെൻറ്ററിൽ അധികം ഫോണല്ലവിടെല്ലാന്ന് വെച്ചാൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സിനകത്തൊക്കെ അധികം നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം എന്താ, അതുകൊണ്ട് അധികമുള്ള വീഡിയോസ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. നോർമലിയുള്ള പുറത്തുനിന്നുള്ള കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിൽ എത്തി, നമുക്ക് പനി പിടിച്ച് അതാണെങ്കിൽ ഇന്ന് ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ഏകദേശം ഒന്ന് ലെവലായി നിൽക്കുന്നതാണ്. അതായത് നല്ല രീതിക്കുള്ള ക്ഷീണം, ചിലപ്പം അത് 3 ദിവസത്തെ ഉറങ്ങാതൊക്കെ ഉള്ളതിൻ്റെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു പനിയൊക്കെ വന്നത്. സംസാരിക്കുമ്പോൾ ചെറിയ ശ്വാസമുട്ടം, മീൻസ് കഫക്കെട്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതാ നമുക്കിനി എൻ്റെ ഈ പെട്ടി ഒന്ന് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ 3 ദിവസത്തെ മുഷ തുണി ഉണ്ടാവും, പിന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും ഇതിനകത്ത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നോർമലി ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ എന്താ പറയുക, നോർമലി ട്രെയിനിങ്ങിന് പോകുമ്പം ഞങ്ങൾ അടുത്തുള്ള കടകളിലൊക്കെ പോയി സാധനം മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, ബാംഗ്ലൂർ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ മാർക്കറ്റിൽ സരോജിനി മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ സാധനങ്ങളൊക്കെ മേടിക്കില്ല. അങ്ങനെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ പണ്ട് മേടിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മെച്യൂരിറ്റി വന്നതുകൊണ്ടായിരിക്കും അത് ഈ സാധനങ്ങൾ അങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ല, വെറുതെ അങ്ങനെ സാധനം മേടിച്ച് കൂട്ടാറുമില്ല. അവിടെ ചിലപ്പോൾ നമ്മളത് വിചാരിക്കും നമുക്കിതൊക്കെ മേടിക്കാൻ ആവശ്യം വരുമെന്നല്ലേ. അങ്ങനെ മേടിച്ച സാധനങ്ങൾ മിക്കതും ഉപയോഗിക്കാറൊന്നുമില്ല. അങ്ങനെ വെറുതെ അവിടെ കാണുമ്പോൾ ഒരു കൗതുകത്തിന് മേടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത്തവണ പോയപ്പോൾ ഒന്നും മേടിച്ചൊന്നുമില്ല. മേടിക്കാൻ മാത്രമല്ല, പുറത്തോട്ട് ഇറങ്ങിയത് കൂടിയില്ല. കാരണം ആ ഒരു എക്സാമിൻ്റെ ഒക്കെ ഒരു ടെൻഷനിലായിരുന്നു. ഇത്തവണ ഞങ്ങൾ പുറത്തൊന്നും പോയില്ല എന്ന് വെച്ചാൽ അവിടെയുള്ള ചെറിയ ഓട്ടോൻ്റെ തൊട്ട് വെളിയിലുള്ള സ്ഥലത്ത് പോയെന്നല്ലാതെ ദൂരോട്ട് എവിടെ ഇങ്ങനെ സാധനം മേടിക്കാനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. കാരണം ആ ഒരു മൂഡിലല്ലായിരുന്നു ഞങ്ങൾ. അങ്ങനെ പോയ 2 പേരും അത്യാവശ്യം നല്ല ടെൻഷനിലായിരുന്നു. ഇങ്ങനെ ട്രെയിനിങ് നന്നായിട്ട് പഠിക്കണം, പെർഫോം ചെയ്യണം എന്നൊക്കെ ഉള്ള ഇതിലുണ്ടും പോർഷൻസ് ഞങ്ങൾ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പം അധികം പഠിക്കാതെ കുറച്ച് മാത്രം പഠിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ കംപ്ലീറ്റ് പോർഷൻ പഠിക്കാനുള്ള ഇതുകൊണ്ട് അങ്ങനെ റൂമിൽ തന്നെ ഇരുന്ന് നന്നായിട്ട് പഠിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സാധനങ്ങളൊന്നും മേടിച്ചിട്ടുമില്ല. പിന്നെ ഞങ്ങൾ മേടിച്ചതെന്ന് വെച്ചാൽ ഞാനൊരു ഫയൽ മേടിച്ചായിരുന്നു. അത് എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഫയൽ. കാരണം എന്താണെന്ന് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ആ ഫയൽ മേടിച്ചത് ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്ററിൽ തൊട്ടടുത്ത് തന്നെ ഒരു മോളുണ്ട്. അവിടെ പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കിട്ടുന്ന ഗ്യാപ്പിൽ അവിടെ പോയിട്ട് ഞങ്ങൾ സാധനം മേടിച്ചത്. അവിടെ ചെന്നപ്പോൾ വെറുതെ ഒന്ന് കയറി ഇറങ്ങി അപ്പം ഫയൽ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് ഫയൽ.
അല്ലെങ്കിൽ ഫയൽ പിന്നെ ഇവിടെ തന്നെ മേടിക്കുമായിരുന്നു. കയറിയ സ്ഥിതിക്ക് എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് കരുതിയപ്പോൾ അതങ്ങ് മേടിച്ചതാ. ഇതാണ് എൻ്റെ ഫയല്. ഇപ്പോൾ കറണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫയൽ ഇതാണ്. ഇത് അത്യാവശ്യം ഹെവിയാണ്, അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഫയൽ മേടിച്ചത് തന്നെ. എൻ്റെ ഷൂ, പിന്നെയൊരു ഷൂ, ഡ്രസ്സുകൾ, പുതിയ ഫയൽ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, ആ ഫയല് ഇതാ. പുതിയ ഫയല് ഇങ്ങനെ ചെറിയ ഫയൽ വാങ്ങിക്കണം ഞാൻ കുറേ നാളെ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എവിടെ പോയാലും അത് വാങ്ങിക്കാൻ മറന്നു. ഇത്തവണ ഇങ്ങനെ നടന്ന് അത് മാളിക്കറി ഇങ്ങനെ നടന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തെ ഇത് മേടിക്കണമെന്നുള്ളത്. എനിക്ക് നല്ല ബുദ്ധിമുട്ടി വരുന്നുണ്ട് സംസാരിക്കുമ്പോൾ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ സ്ട്രെയിനും സൗണ്ട് ചേഞ്ച് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നോട് ക്ഷമിക്കേട്ടത്. അപ്പം ഇതധികം വെയിറ്റ് ഇല്ല. ഞാനിപ്പോൾ കറണ്ട് യൂസ് ചെയ്യുന്ന ഫയൽ എന്ന് പറയുന്നത് ഇതാ. കാണാനൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഫയലിങ് തന്നെ നല്ല വെയിറ്റാണ്. പിന്നെ ഇതിനകത്തോടെ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം പറയണം. ഇത് എന്താ പറയുക, ഞാൻ ഒരു 1.5-2 വർഷത്തിനടുത്തായി ഞാൻ ഈ ഫയൽ യൂസ് ചെയ്യണം. എവിടെ പോകുമ്പോഴും ഞാൻ ഈ ഫയൽ കൊണ്ടുപോകും. അപ്പോൾ എന്നാ അത്യാവശ്യം നല്ല വെയിറ്റാണ്. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും അല്ലാതെ ഇതേപോലെ ട്രെയിനിങ് നമ്മൾക്ക് ഇതെടുക്കും. ഇതിന് തന്നെ പിടിച്ചുകൊണ്ടിരിക്കാൻ നല്ല വെയിറ്റാണ്. ഇന്നത് ഞാൻ ഫയലൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ ഞാൻ കറക്റ്റ് വെച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ ഞാൻ വെച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു സമയമായപ്പോൾ എടുത്ത് പിന്നെ അതിൻ്റെ കോലമൊക്കെ മാറിപ്പോയി. കോലം മാറുന്നതിനാൽ കാണിച്ചാലേ അല്ലോ. ഇങ്ങനെ ഓരോ ഇതുണ്ട് ഈ ഫയലിന്. ഇപ്പോൾ ഓരോ ഡോക്യുമെൻറ്റ്സ് ഞാനിങ്ങനെ ഓരോ കവറിനുള്ളിൽ ഇട്ട് വെച്ചുകൊണ്ടിരുന്നു. അത് എവിടെയെങ്കിലും പോയിട്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കത്തില്ലേ, ആവശ്യത്തിന് ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ടാകുമ്പോൾ ഞാൻ തിരിച്ച് വയ്ക്കാൻ മടിയായിരുന്നു. എളുപ്പത്തിൽ ഇങ്ങനെ വയ്ക്കും, ഇങ്ങനെ അങ്ങ് വലിച്ചിടുകയൊക്കെ. പിന്നെ ഒരു ആവശ്യത്തിന് എടുക്കുമ്പോൾ ചിലപ്പോൾ നോക്കിയാൽ കാണില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇതിനകത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് പോലും എനിക്ക് ഓർമ്മയില്ല, കാരണം അങ്ങനെ സാധനങ്ങളില്ലാത്തതുകൊണ്ട്. ഇത് ഞാൻ അതൊന്ന് അടുക്കി വെക്കണം, വൃത്തിയാക്കി വെക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടും വിചാരിക്കാൻ തുടങ്ങിയിട്ടും നാളെ കുറേയായി. നാളെ കുറയാന്ന് പറഞ്ഞാൽ മടി കാരണമാണ് ഞാനൊന്നും ചെയ്യാത്തത്. ഇപ്പം ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പം 2 ദിവസമായി. ഈ ബാഗ് ഞാൻ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല ബാഗിൽ. എന്താ മടി കാരണം? മടി നല്ല ഉറക്കമാണ്. എന്താ പറയുക, ഉറക്കം കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ഒന്നിനും സമയമില്ല, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. ട്രെയിനിങ് കഴിഞ്ഞ് രാത്രി ഇവിടെ വന്നു, ആ ദിവസം കംപ്ലീറ്റ് കിടന്നുറങ്ങി. വൈകുന്നേരം ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വൈകുന്നേരം വരെ കിടന്നുറങ്ങി. അങ്ങനെയൊക്കെയായിരുന്നു. നമുക്കൊരു മെൻ്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കാൻ നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ചിലപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിലൊരു എന്താ പറയുക, ഒരു ടോക്സിക് റിലേഷൻ അല്ലേ. നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്നു, പക്ഷെ എങ്ങനെ ഉണ്ടാകുമ്പോഴും നമുക്കത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു കാര്യമാകുമ്പം ടോക്സിക് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഞാനും ഒരു ടോക്സിക് റിലേഷനില്ല. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും പിന്നെയും ഞാൻ അത് തന്നെ ചെയ്തു പോകും. എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും എത്രയൊക്കെ നിർത്താൻ ശ്രമിച്ചാലും എന്നെക്കൊണ്ട് പറ്റാറില്ല ഈ രാവിലെ കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഉറക്കമായിട്ട് ടോക്സിക് റിലേഷനിലുള്ളത്. എനിക്കറിയാം ഉറക്കം രാവിലെ കിടന്നുറങ്ങുന്നത് നല്ലതല്ല എന്നുള്ളത്. പക്ഷേ ഡ്യൂട്ടിയുടെ ഭാഗം നോക്കി അത് അക്സെപ്റ്റ് ചെയ്യാം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ഉറങ്ങുന്നത് ഓക്കെ. അല്ലാതെ ഒരു ഇച്ചിരി സമയം മോർണിംഗിൽ കിട്ടുവാണെങ്കിൽ അപ്പോൾ ഞാൻ കിടന്നുറങ്ങും. അത് ബോഡിക്ക് നേരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാനും ഒരു ടോക്സിക് റിലേഷനിലാണ് ഉറക്കമായിട്ട്. എൻ്റെ ഈ ഒരു സ്വഭാവം കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും പുറത്തോട്ട് പോകുന്നതായാലും
അല്ല, ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് പോലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഉറങ്ങണം എന്നുള്ളത് കൊണ്ട്. ഉറക്കത്തിനൊരു കോംപ്രമൈസ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റാറില്ല. അപ്പം വേറെ എവിടെ പോയി, ഇപ്പോൾ ഞാൻ നാട്ടിൽ ലീവിന് പോയാലും എന്താണ്ടാവുക, ഞാൻ ഇവിടെ കിടന്നുറങ്ങുന്ന ഒരു സമയമില്ല. ആ ഒരു സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഉറങ്ങിയേ പറ്റൂ. മോർണിംഗ് ഒക്കെ ആണെങ്കിൽ രാവിലെ ഒരു സമയത്തൊക്കെ എനിക്ക്, ഞാനിപ്പോൾ രാവിലെ അവിടെ വീട്ടിൽ നിന്ന് ഒരു 5 മണി 6 മണിക്ക് ഞാൻ എഴുന്നേറ്റെന്ന് കരുതി. അതായത് എഴുന്നേറ്റാലും ഒരു 8 മണിക്ക് അപ്പുറത്തോട്ട് പോകുന്നത്. 8 മണിയാകുമ്പോഴേക്കും ഞാൻ പിന്നെയും ഉറങ്ങും. ഒരു 10-11 മണി വരെ എനിക്ക് ഉറങ്ങിയേ പറ്റുള്ളൂ. അതിന് അത്യാവശ്യം സിറ്റുവേഷൻസ്, അതായത് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണ്, അവിടെ എൻ്റെ പ്രസൻസ് ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ കടിച്ചു പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാൻ ഉറങ്ങും. അത് പിന്നെ വീട്ടുകാർക്ക് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ശീലിച്ച് പോയി എന്നുള്ളതുകൊണ്ട് പിന്നെ വർഷങ്ങളായിട്ട് ശീലിച്ചത് പെട്ടെന്നൊരു ദിവസം മാറ്റുമെന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അങ്ങനെ ആ ഒരു സ്വഭാവം കാരണം ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവൻ ഞാൻ പറഞ്ഞു, എനിക്ക് സാധനങ്ങൾ മേടിക്കുന്നതും അടുക്കി വെക്കുന്നതും ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഈ ഒരു ഉറക്കം കാരണം പലപ്പോഴും അതിന് പറ്റാറുമില്ല. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ അതുവരേക്കും ബൈ.